മറ്റു വാർത്തകളിലേക്ക് പോകാം. രണ്ടാഴ്ചക്കിടെ പകർച്ചവ്യാധികൾ ബാധിച്ചത് 1 ലക്ഷത്തോളം പേർക്ക്, മരണം 10. 5 മാസത്തിനിടെ മരണം സംഭവിച്ചവരുടെ എണ്ണം 91. സംസ്ഥാനത്ത് അപൂർവ രോഗങ്ങളുടെയും പകർച്ചവ്യാധികളുടെയും ഭീഷണിയായിരുന്നു. ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ച് ആരോഗ്യവകുപ്പ്. കൊടും ചൂടിന് പിന്നാലെ കാലാവർഷം കൂടി ശക്തമാകുന്നതോടെ പകർച്ചവ്യാധികളിൽ വിറയ്ക്കുകയാണ് സംസ്ഥാനം. കൂടാതെ അപൂർവ രോഗങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തോടൊപ്പം ജനസാന്ദ്രതയേറുന്നതും ജീവിതശൈലിയിലുണ്ടായ മാറ്റങ്ങളും വ്യത്യസ്ത ഭൂപ്രകൃതിയുമെല്ലാം പകർച്ചവ്യാധികൾക്ക് അനുകൂല സാഹചര്യമൊരുക്കുകയാണ്. രണ്ടാഴ്ചക്കിടെ സംസ്ഥാനത്ത് 1 ലക്ഷത്തോളം പേർക്കാണ് പകർച്ചവ്യാധി ബാധിച്ചത്. 10 പേർക്ക് മരണം സംഭവിച്ചു. അപൂർവ രോഗങ്ങളായ മസ്തിഷ്ക ജ്വരം, വെസ്റ്റ് നൈൽ പനി എന്നിവയും റിപ്പോർട്ട് ചെയ്യുന്നു. മലപ്പുറത്ത് മസ്തിഷ്ക ജ്വരം ബാധിച്ച 5 വയസ്സുകാരി ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ഒരാഴ്ചക്കിടെ വെസ്റ്റ് നൈൽ ബാധിച്ചത് 9 പേർക്ക്. ബേപ്പൂരിൽ 13കാരി വെസ്റ്റ് നൈൽ രോഗം ബാധിച്ച് മരിച്ചു. 5 മാസത്തിനിടയിൽ പകർച്ചവ്യാധി അപഹരിച്ചത് 91 ജീവനുകളാണ്. ഏറ്റവും അധികം പേർ മരിച്ചത് എലിപ്പനി ബാധിച്ചാണ്. കൂടാതെ മലേറിയ, ഡെങ്കിപ്പനി, ഹെപ്പറ്റൈറ്റിസ് എ ആൻഡ് ബി, ചിക്കൻ പോക്സ് എന്നിവ ബാധിച്ച് മരിച്ചവരും ഇതിൽപ്പെടുന്നു. കാലാവർഷം ശക്തമാകുന്നതോടെ പകർച്ചവ്യാധികളുടെ വ്യാപനം കൂടുമോ എന്ന ആശങ്ക നിലനിൽക്കുകയാണ്. അപൂർവ രോഗങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടും കൃത്യമായ പഠനങ്ങളും നടക്കുന്നില്ല. അതീവ ജാഗ്രത പാലിക്കണമെന്ന് മാത്രമാണ് ആരോഗ്യവകുപ്പ് പങ്കുവയ്ക്കുന്ന നിർദ്ദേശങ്ങൾ. ആ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക മാത്രമാണ് ഏക പോംവഴി. തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്.